ഹലോ നമസ്കാരം. നമുക്കിന്ന് നല്ല രുചികരമായിട്ടുള്ള പന്നി ഫ്രൈ ഉണ്ടാക്കാം. ചക്കക്ക് വേണ്ടിയിട്ടാണ്. ചക്ക പോയിക്കൊണ്ട് അപ്പോൾ നമുക്ക് തുടങ്ങാം. പന്നി വാങ്ങിച്ച് വന്നിട്ടുണ്ട്. സംഭവം നമ്മൾ ലേറ്റ് ആയിട്ടുണ്ട് ഉണ്ടാക്കുക. നല്ല സ്പീഡാക്കുക. കഴുകിയെടുക്കുക, നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കുക. അതിൻ്റെ കുറച്ച് കച്ചറയൊക്കെ പോക്കിയെടുക്കുക. നമുക്ക് വെള്ളത്തിൽ കഴുകുക, നല്ല രീതിയിൽ കഴുകുക. അതിൻ്റെ മരത്തിൻ്റെ പീസൊക്കെ ഉണ്ടാവും ഇറച്ചി കടയിലുള്ള, അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും. ഒരു 2 വെള്ളത്തിലൊക്കെ കഴിയാൽ മതി. കുറച്ച് കച്ചറ ഉണ്ട് ഇതിനകത്ത് അധികമായിട്ട്. നമുക്ക് നല്ല രീതിയിൽ കയറ്റെടുക്കുക. സഹായിക്കാനാളില്ല, അതാണ് ഒരു പ്രശ്നം. എല്ലാവരും നോക്കാൻ മാത്രമേ ഉള്ളൂ. നമുക്കിത് ചെറുതാക്കി എടുക്കാനും വേണം. ചില പീസുകൾ വലുതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതൊക്കെ കുഴപ്പമില്ലാതെ പീസാണ്, എന്നാലും ചെറുത് ചെയ്യുന്നുണ്ട്. മസാല പിടിക്കും നല്ല രീതിയിൽ. അത് നമുക്ക് കട്ട് ചെയ്തിട്ട് മാതിരി ഒരു പാത്രത്തിലെടുക്കുക. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മസാല വരക്കാം. ഇതിന് നമുക്ക് മുളക് പൊടി വേണം. കാശ്മീരി ചില്ലി ഇല്ല, സാധാ മുളക് പൊടി എടുത്തപ്പോൾ നോക്കി ചേർക്കുക. എരിവ് നോക്കിയിട്ടാണ് നമ്മളിടുന്നത്. അടുത്തത് മഞ്ഞൾപ്പൊടി, അതും അത്യാവശ്യത്തിന് ചേർക്കുക. കൂടുതൽ വേണ്ട, കൂടുതലിട്ട് കഴിഞ്ഞാൽ സ്മെല്ല് കൂടുതലായിട്ട് വരും. ഉപ്പ് കുറച്ച് കൂടി നിൽക്കുന്നതായിരിക്കും നല്ലത്. പന്നിക്ക് നല്ല ഇറച്ചിയിലൊക്കെ പിടിക്കും, അതും ശ്രദ്ധിച്ചിട്ട് ചേർക്കുക. ഇറച്ചി മസാല വാങ്ങിയിട്ടില്ല, കാരണം ഞാൻ പറഞ്ഞില്ല ലേറ്റായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ മസാല കയ്യിലുള്ളത് അതാണ്, അത് വെച്ചിട്ടുണ്ടാക്കുക. എന്നാലും മോശം ഒന്നാവില്ല, സ്മെല്ല് കറക്റ്റായിരിക്കും. അപ്പോൾ അത് ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. നല്ല രീതിയിൽ ഇത് കയ്യിൽ നിന്ന് പോയതാണ്, ഇങ്ങനെയല്ല കൈ കൊണ്ട് മിക്സാക്കിയായിരിക്കും നല്ലത്. നല്ല രീതിയിൽ മിക്സാക്കുക. ടൈം ഉണ്ടെങ്കിൽ കൂടുതൽ മിക്സാക്കുന്നതായിരിക്കും. മിക്സിങ് എത്രത്തോളം നല്ലതെന്നോ അത്ര ടേസ്റ്റ് കൂടും, മസാല ഉള്ളിൽ പിടിക്കും. സമയം ഇല്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുന്നത് ബെറ്റർ ആയിരിക്കും. പാചകം ചെയ്യുന്ന സമയത്ത് ടേസ്റ്റ് കൂടും. ഇത് കുഴപ്പമില്ല, ഇത് നന്നായിട്ട് മിക്സാക്കിയാൽ മതി. ഒരാൾ നോക്കി നിൽക്കുന്നുണ്ട്, എന്തെങ്കിലും അഭിപ്രായം പറയേണ്ടിയിട്ടാണ് തോന്നുന്നു. ഒഴിവാക്കിയൊക്കെ കുഴപ്പമില്ല. നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ട് അതവിടെ ഒതുക്കി വെക്കുക. നമുക്ക് ഇതിനൊന്ന് കുക്കറിലേക്ക് കയറണം. അതിന് മുന്നേ നമുക്ക് കറിവേപ്പില വേണം. രാത്രി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, കറിവേപ്പില എടുക്കുന്നുണ്ട്. കൂടെ കാന്താരിയും വേണം. കാന്താരി നമുക്ക് കുറവാണ് കാണുന്നത്, മഴയൊക്കെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു, കൂടുതലില്ല. എന്നാലും ഒക്കെ കുഴപ്പമില്ല, അത്യാവശ്യം കിട്ടിയിട്ട് നല്ല മൂത്ത കാന്താരിയാണ്, എരിവുണ്ടാവും. അതുകൂടെ ചേർക്കേണ്ടതാണ്. ടേസ്റ്റ് ഉണ്ടാകും. നമുക്ക് നാടൻ രീതിയിലാണല്ലോ, അപ്പം വീട്ടിൽ തന്നെ എല്ലാം ഉണ്ട്. കാന്താരിയുണ്ട്, കറിവേപ്പിലൊക്കെ ഉണ്ട്. അതാ നാര് കുടുങ്ങിയിട്ടുണ്ട്, ഇത് എവിടെ നിന്ന് വന്നതെന്ന് അറിയില്ല. ഓക്കെ, കുഴപ്പമില്ല, അത് ഒഴിവായി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഉള്ളിലേക്ക് പോവാം. മഴ പെയ്തതാണ്, അതിന് കയ്യിലൊക്കെ വെള്ളമുണ്ട്. നല്ല ക്ലീൻ ചെയ്തെടുക്കണം. കച്ചറയൊക്കെ ഉണ്ടാവും, പ്രാണികളുണ്ടാവും, മഴക്കാലമാണ്. ഓക്കെ, നമുക്ക് ഇതിനൊന്ന് കുക്കറിലേക്ക് കയറ്റാം. ആദ്യം കുക്കറിലേക്ക് തള്ളി കൊടുക്കാം. ഇത് കറക്റ്റായിരിക്കും കുക്കറിലെന്ന് തോന്നുന്നു. ഓക്കെ, കറക്റ്റാണത്, കുഴപ്പമില്ല. ഞാൻ കുക്കർ ചെറുതാണെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഒന്നാമത് പറയാൻ പറഞ്ഞത് എൻ്റെ വീടല്ല, മാമൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. നമുക്കത് ക്ലീൻ ചെയ്ത വെള്ളം കൂടി ലേശം ഒന്നും വെള്ളത്തിൻ്റെ ആവശ്യമില്ല, എന്നാലും ആ മസാല നാളെ കിടക്കാൻ വേണ്ടി അയ്യ കുറച്ച് വെള്ളം നന്നായിട്ട് അടച്ചു വെക്കുക. ഓക്കെ, ടൈറ്റ് ഉണ്ടെന്ന് തോന്നല്ലോ. വീട്ടിലെ കുക്കറല്ല, കുടുങ്ങിയെന്നാണ് തോന്നുന്നത് കേട്ടോ. നോക്കാം, കുഴപ്പമില്ല, അയച്ചെടുക്കാൻ പറ്റും. ടൈറ്റാണല്ലോ കാണുന്നത്. ട്രൈ പൊട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. മാമനാൾ വെള്ളം ഉണ്ടാക്കുന്നതാണ്. എൻ്റെ കുക്കർ പോക്കി എന്നിട്ട് ഇനിയിപ്പം ചിലപ്പോൾ അതിൻ്റെ പൈസ ഞാൻ കൊടുക്കേണ്ടി വരും മിക്കവാറും. ഇല്ല, കിട്ടി എൻ്റെ പൈസ ലാഭമായി. ഓക്കെ, കുഴപ്പമില്ല, ഞാൻ ഇട്ടതിൻ്റെ മിസ്റ്റേക്കാണ്. ഒന്ന് ട്രൈ ചെയ്തൊക്കെ നമുക്ക്. ഓക്കെ, ഇതിൽ സെറ്റായിട്ടുണ്ട്. ഓക്കെ, ടൈറ്റാണ്. അപ്പോൾ നമ്മൾ കുക്കർ യൂസ് ചെയ്യുമ്പോൾ അത് ടോപ്പൊന്ന് പൊന്തിച്ച് നോക്കുന്നതാണ്. അതിൽ നിന്ന് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ സേഫ്റ്റിക്ക് പ്രശ്നമാണ്. ഓക്കെ, നമുക്ക് ഫ്ലെയിം കൊടുക്കുക. ഓക്കെ, ഗ്യാസിൻ്റെ മുകളിൽ കുക്കർ കയറ്റി വെക്കാം. ഫസ്റ്റ് തന്നെ കുത്തി കൂട്ടി വെക്കണ്ട, ഒരു ചെറിയ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അത് പതിയായിക്കോട്ടെ. കാരണം അപ്പോഴത്തേക്ക് നമുക്ക് പച്ചക്കറിയൊക്കെ റെഡിയാക്കി വെക്കാനുണ്ട്. പച്ചക്കറി അധികം കൂടുതലൊന്നും വേണ്ട. ഒരു 2 തക്കാളി, പച്ചമുളക് വേണം. ഒരു 3 പച്ചമുളക് കൂടുതലുണ്ട്, കാരണം നമ്മൾ കുരുമുളക് പൊടി ഇടുന്നുണ്ട്, ചുവന്ന മുളക് ഇടുന്നുണ്ട്, പിന്നെ മസാലകളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ കൂടുതൽ എരിവ് കൂടേണ്ട ആവശ്യമില്ല. നമുക്ക് കൂടുതലായിട്ട് വേണ്ടത് കുരുമുളകിൻ്റെ എരിവ് ബെറ്റർ ഉണ്ടാകും ഇതിൽ. ഓക്കെ, സവാള എടുക്കുക, ചെറിയ ഉള്ളി എടുക്കുക. ചെറിയ ഉള്ളി കൂടുതലാക്കി എടുത്താൽ മതി, കാരണം സവാള എടുത്താൽ ചിലപ്പോൾ മധുരം കയറി വരാൻ സാധ്യതയുണ്ട്, അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്കിതൊക്കെ ഒന്ന് കഴുകിയിട്ട് സെറ്റാക്കി എടുക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ ഇറച്ചിയൊക്കെ അവിടെ നിന്ന് വേവട്ടെ. ഫസ്റ്റ് ഒരു സവാള എടുക്കുന്നുണ്ട് കേട്ടോ, കാരണം ചെറിയ ഉള്ളി കുറവാണ്. ബാക്കി ചെറിയ ഉള്ളി എടുക്കുക, ഒരു സവാള എടുക്കുക. കടയിലൊന്നും പോയിട്ടില്ല, വീട്ടിലുള്ള സാധനം വെച്ചിട്ടാക്കിയതാണ്. രാത്രിയാണ് എനിക്ക് സാധനം കയ്യിൽ കിട്ടുന്നത്, എന്നിട്ട് ഇപ്പോൾ റെഡിയാക്കി വെക്കാമെന്ന് പറയുന്നത്. കുഴപ്പമില്ല, ഒരു 9 മണിയാകുമ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് റെഡിയാക്കി എടുക്കാം. സവാള എരിയുന്നുണ്ട്. സവാള ഇച്ചിരി
എരിവ് ജാസ്തിയാണ്. അല്ലെങ്കിൽ കുറേ കാലമായി ഇതൊക്കെ എടുത്തിട്ട് കയ്യില്ല, അതുകൊണ്ടായിരിക്കണം ചിലപ്പം കണ്ണ് പുകയുന്നുണ്ടാവുക. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യുക, നല്ലൊരു കാര്യത്തിനല്ലേ. അടുത്ത തക്കാളി എടുക്കാം നമുക്ക്. തക്കാളി കുഴപ്പമില്ല, നല്ല തക്കാളിയാണ്. സാധാരണ ഫ്രഷ് കിട്ടാറില്ല, ഇതൊക്കെ പൊട്ടിയതൊക്കെ കിട്ടാറ്. ഇത് കുഴപ്പമില്ല. പച്ചമുളക് 2 മാത്രമേ എടുത്തിട്ടില്ല കേട്ടോ, നല്ല എരിവുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എരിവുള്ളതാണ്, കൈക്ക് ലേശം നീറ്റാറുണ്ട്. അത് റെഡിയായി വരുന്നുണ്ട്. നമുക്ക് ചട്ടി വെച്ചിട്ട് മസാല റെഡിയാക്കി എടുക്കാം. അരപ്പ് തേങ്ങ വറുത്തരക്കുന്നില്ല, തേങ്ങ വറുത്തരക്കാൻ സമയമില്ല. അതുകൊണ്ട് ചെറിയൊരു പരിപാടി, കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക. നാട്ടിയ വെളിച്ചെണ്ണ കേട്ടോ, നല്ല വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഇത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി നമുക്ക് വറുത്തെടുക്കാം. വെളിച്ചെണ്ണയിൽ നല്ല മൂപ്പിച്ചെടുക്കുക. മല്ലിപ്പൊടി വിത്ത് മസാല, ചിക്കൻ മസാല കുറച്ച് കൂടുതലിടുന്നത് നല്ലതായി, അരപ്പോലെയാക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ അത് നന്നായിട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി ചേർക്കണം. കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ള കാരണം കൂടുതലായി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറും. അതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കത് വെള്ളം വെച്ചിട്ട് ഒരു അരപ്പ് പോലെ എടുക്കണം. ഗ്യാസ് അതിൽ ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. ഗ്യാസ് ഓഫാക്കിയതിന് ശേഷമാണ് വെള്ളം ഒഴിക്കുന്നത്. ആ ചൂട് തന്നെ അതൊന്ന് മൂത്ത് വരും. ഒരു അരപ്പിൻ്റെ സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്തിട്ട് ഉള്ളിലേക്ക് പോവാം. കാരണം അടുപ്പൊന്ന് ചേഞ്ച് ആക്കുന്നുണ്ട്. ഗ്യാസിൻ്റെ അവസ്ഥ അറിയാമല്ലോ ഇപ്പോഴത്തെ, അതുകൊണ്ട് നമ്മൾ വിറകടുപ്പിലേക്ക് ബാക്കിയുള്ള പരിപാടികളേക്ക് മാറ്റിയിട്ടുണ്ട്. നേരത്തെ കുക്കറിലെ പരിപാടി ആയതുകൊണ്ടാണ് ഗ്യാസിൻ്റെ അടുത്ത് പോയത്. ഇപ്പം വിറക് സെറ്റായിട്ടുണ്ട്, അടുപ്പ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു ഉരുളി വെച്ച് കൊടുക്കുക. അടുപ്പെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, അതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. അതാണ് കേട്ടോ, അത് കറക്റ്റാണ്. ചെറുത് അത് കൂടി കൊടുക്കുന്നതാണ്. അത് അതിൻ്റെ ചൂട് തന്നെ നമുക്ക് സൈഡായിട്ട് കിട്ടുന്നൊരു കാര്യമാണ്. ഓക്കെ, വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്, ചട്ടി ചൂടായി. ഉള്ളി തട്ടി കൊടുക്കുക. ചെറിയ ഉള്ളി വിത്ത് ഒരു സവാളയുണ്ട്. ചെറിയ ഉള്ളി ഒന്നും കട്ട് ചെയ്തൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കാരണം ടൈമില്ല. അതുകൊണ്ട് അതൊക്കെ ഒരു സ്പീഡായിട്ട് ഒരു സൈഡിൽ കൂടെ നടന്നിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗത്ത് മാമനാണ് സൈഡിൽ കൂടെ കട്ട് ചെയ്ത്, പിന്നെ ക്യാമറ വെച്ച് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതങ്ങനെ ഒരു ഭാഗത്ത് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒന്ന് ചൂടായി വഴറ്റി വരുന്നുണ്ട്. അതിനടുക്ക് നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് തേങ്ങാക്കൊത്ത് റെഡിയാക്കേണ്ടതാണ്. തേങ്ങാക്കൊത്ത് നമുക്ക് ലാസ്റ്റ് സമയത്തിൽ തേങ്ങാക്കൊത്തും വറ്റൽ മുളകും ഇട്ടിട്ട് നമ്മുടെ നാട്ടിൽ വറവ് കഴിക്കാമെന്നാണ് പറയുക. അപ്പം വറവിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് തേങ്ങാക്കൊത്ത്. കൈയൊക്കെ ശ്രദ്ധിക്കുക. ഇത് നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഉള്ളി ചെറുതായിട്ട് വാടി വന്നപ്പോൾ നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അതും കൂടി വാടി വന്നോളും. എല്ലാം കൂടി ഒരുമിച്ച് ഇടുന്ന ആൾക്കാരുണ്ട്, സെപ്പറേറ്റ് ഇടുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ഉള്ളി കുറച്ച് വാടി കഴിഞ്ഞതിന് ശേഷം മാത്രം ഇടുക. അതും റെഡിയായി. ഇപ്പം തക്കാളി ഇട്ടിട്ടുണ്ട്. ലേറ്റായതുകൊണ്ടാണ് ഇത്ര സ്പീഡാക്കുന്നത്. ഇപ്പം എല്ലാം കൂടി കയ്യിൽ കിട്ടിയ കറിവേപ്പിലയും കൂടി അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഞാൻ കുറച്ച് കൂടുതൽ ഇടാറുണ്ട്. കറിവേപ്പില ഇടുന്നത് നല്ലതാണ്. കറിവേപ്പിലൊക്കെ നല്ല കഴുകണം, കാരണം മഴക്കാലമാണ്, ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. നല്ല രീതിയിൽ ഇളക്കുക. മഞ്ഞൾപ്പൊടിയിൽ കുറച്ച് മസാല റെഡിയാക്കാനുണ്ട് നമുക്ക്. മഞ്ഞൾപ്പൊടി എടുക്കുക, മഞ്ഞൾപ്പൊടി എടുക്കുക. മുളക് പൊടി നമ്മൾ നേരത്തെ ചേർത്തതാണ്, അപ്പോൾ ശ്രദ്ധിച്ചിടുക. അതാ സ്പൂണ് കുടുങ്ങിയെന്നാണ് തോന്നുന്നത്. ഓക്കെ, മൂടിയെങ്കിലും മൂടി തന്നെ തട്ടി കൊടുക്കുക. ഒരളവ് എപ്പം പോകണം, ഇതിന് പ്രത്യേകിച്ച് നമ്മൾ പറയുന്ന പോലെ ഇതിന് പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല. അവനവൻ്റെ അളവ് വീട്ടിൽ എന്താണ് ഇടുന്നത് അതുപോലെ അളവെടുക്കുക. ചിക്കൻ മസാല കുറച്ചിടുക, സ്മെല്ലിന് കൂടിപ്പോരെ. നേരത്തെ ഇട്ടതൊക്കെ ഓർമ്മ വേണം. ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കുരുമുളക് പൊടി. ഇത് ആവശ്യത്തിന് ഇടയുണ്ട്, അപ്പോൾ നമ്മൾ ആവശ്യത്തിന് തട്ടി കൊടുക്കുക. വീട്ടിലെ പറമ്പത്ത് തന്നെ ഉള്ളതാണ്. അപ്പോൾ ഇതിൽ ഒരു കോംപ്രമൈസും വേണ്ട. ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. നല്ല ഇളക്കി പിടിപ്പിക്കുക. മസാലകൾ നല്ല ചേർക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാകുക. എല്ലാം മിക്സായി വരണം, നല്ല രീതിയിൽ സെറ്റായിക്കോട്ടെ. കുക്കറിൽ നമ്മൾ സാധനം റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് ഇത് ചെക്ക് ചെയ്യണം. ഇപ്പോൾ സേഫ്റ്റി നോക്കുക. പെയർ കാലിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് തട്ടി കൊടുക്കേണ്ടതാണ്. ഓക്കെ, സാധനം കയ്യിൽ കിട്ടി. ഇതിനെ ഓപ്പൺ ആക്കി എടുക്കണം. ഒരു വഴടി ഉണ്ടായിരുന്നു, നേരത്തെ കുക്കർ കുടുങ്ങിയ പോലെ കുടുങ്ങുകയില്ല. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഒക്കെ സെറ്റായിട്ടുണ്ട്. എല്ലാം സെപ്പറേറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട് ഇറച്ചി. ഇത് നമുക്ക് ഫസ്റ്റ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, ഓരോ സ്പൂണായിട്ട് ഇടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ എത്രത്തോളം എണ്ണ ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിയാമല്ലോ. പന്നീൻ്റെ ഓയിലുണ്ടാവുമല്ലോ, അപ്പോൾ അത് എത്ര ഉണ്ടെന്ന് അടിയിൽ നോക്കണം. അപ്പോൾ ആദ്യം ഇങ്ങനെ ഇട്ടതിന് ശേഷം നമുക്കത് നോക്കിയതിന് ശേഷം മൊത്തം ആ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ ഓയിൽ കൂടുതലായിട്ടില്ല, കൊണ്ട് ഞാൻ മൊത്തമായിട്ട് തട്ടി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. അത് നല്ലോണം മിക്സ് ആക്കിയിട്ട് മുന്നേ ഉള്ള നമ്മൾ മസാലയായിട്ട് ചേർന്നിട്ടുണ്ട്. ഇത് നമ്മൾ ആക്കി വെച്ച അരപ്പും കൂടി തട്ടി കൊടുക്കുക.
അരപ്പും കൂടി മിക്സാക്കി എടുക്കാം നമുക്ക്. ഓക്കെ, അരപ്പ് ഇതിൻ്റെ ഇറച്ചിനകത്ത് പിടിക്കുന്നവരെ നല്ല രീതിയിൽ ഇളക്കി വിടണം. മൊത്തത്തിൽ എല്ലാ ഭാഗത്തേക്കും അരപ്പ് പിടിച്ചാൽ മാത്രമേ നമുക്ക് ടേസ്റ്റ് ഉണ്ടാകും. ഇത് ഉരുളി കടന്നിട്ട് കുറച്ച് നമുക്ക് കൂടുതൽ നേരം വേവാനല്ല മസാല ഒന്ന് ഇറച്ചിയായിട്ട് പിടിക്കാനുണ്ട്. ഓക്കെ, നന്നായിട്ട് വരുന്നുണ്ട്. കുറച്ച് നേരം കൂടി അടുപ്പിലിരിക്കുമ്പോഴത്തേക്ക് സെറ്റാകുമ്പോൾ നമുക്ക് വറവ് സെറ്റ് ചെയ്യാം. അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ചട്ടിയിലേക്കുള്ള വറ്റൽമുളക് റെഡിയാക്കണം. ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനെ കുറച്ച് ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം നമുക്ക്. ഓക്കെ, വെളിച്ചെണ്ണ വെച്ച് ഇനി നമുക്ക് അതിനകത്ത് തേങ്ങാക്കൊത്ത് ഇടണം. തേങ്ങാക്കൊത്ത് അധികമായി പോയെന്നൊരു സംശയമുണ്ട്, നോക്കാം. നമുക്കതിൻ്റെ ഫുള്ളായിട്ട് വേണ്ട, പകുതിയോളം മതി. പകുതി മുക്കാൽ ഭാഗത്തോളം ഇവിടെ കുറച്ചാടെ വന്നോട്ടെ. കൂടുതൽ തേങ്ങാക്കൊത്തിട്ട് കഴിഞ്ഞാൽ നമുക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും. കഴിക്കുന്ന സമയത്ത് മൊത്തത്തിൽ ഈ ഒരു ടേസ്റ്റ് മാറിപ്പോവും. ഇടയ്ക്കിടയ്ക്ക് കടിക്കുമ്പോൾ ആൾക്കാർക്ക് പിടിക്കില്ല. അപ്പോൾ നമുക്ക് അത് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില ഇടാം. അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് കറിവേപ്പില ഒരു തണ്ട് മതി. അപ്പോൾ അതും കൂടി ഇട്ട് നന്നായി ഇളക്കിയിട്ട് കൂടുതൽ കരിഞ്ഞു പോകരുത്, സ്മെല്ലൊക്കെ മാറിപ്പോവും. ഒരു മീഡിയം ഗോൾഡൻ കളർ വരുന്ന സമയത്ത് തന്നെ എടുക്കുക. ഇത് നല്ല കളറായി വന്നിട്ടുണ്ട്. മസാലപ്പൊക്കെ പിടിച്ച് തട്ടി കൊടുക്കുക. ഇപ്പോൾ ഇതും കൂടി തട്ടുമ്പോൾ നല്ല സ്മെല്ല് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധനം ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു കളറിൽ വന്നിട്ടുണ്ട്. ഇതൊന്ന് മിക്സാക്കി എടുക്കുക. അതിനൊരു ഫോൾട്ട് പറ്റിയിട്ടുണ്ട്. നമ്മളുടെ മല്ലിയില, മെയിനായിട്ടുള്ളൊരു മല്ലിയില ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ മല്ലിയില വാങ്ങിക്കാൻ മറന്നു പോയിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട്. സാധനങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇറക്കി വെക്കാം. ഒരു ഫോൾട്ട് പറ്റിയിട്ടുണ്ട്. കാന്താരി വരച്ചിട്ട് അത് ഇടാൻ മറന്നു പോയിട്ടുണ്ട്. ഇല്ല, അപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അപ്പം നമുക്ക് അത്യാവശ്യത്തിന് നല്ല എരിവൊക്കെ ഉണ്ട്. കാന്താരി ഒഴിവാക്കിയിട്ടുണ്ട്. സാധനം കയ്യിൽ വന്നിട്ട് ചെക്ക് ചെയ്യാം നമുക്ക്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒക്കെ സെറ്റായിട്ടുണ്ട്. മസാലയൊക്കെ പിടിച്ച് നല്ല വരട്ടി ഫ്രൈ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. സെറ്റാണ്. ഇനി നമുക്ക് ചക്കയിലേക്ക് മാറ്റി നോക്കാം. ചക്കേൻ്റെ കൂടെ എങ്ങനെയുണ്ട് നോക്കാം. ചക്ക ഒരു പിടുത്തം പിടിച്ച് നമുക്ക് ഇട്ട് നോക്കാം.